393 നിന്ന് മനസ്സിലാക്കപ്പെടുന്നു. 393 സിഹത്തു നിക്കാഹി, നിക്കാഹ് സ്വഹീഹാണ് എന്ന കാര്യം. മാനഫി സ്വദാഖി, സ്വദാഖ് നിഷേധിക്കലോടുകൂടി. സ്വദാഖിൽ നിന്ന് ഒഴിവാക്കിയിട്ട് സംസാരിച്ച്, എന്നാലും നിക്കാഹിന് കോട്ടുണ്ടോ? 393 ഉള്ളത്. സിഹത്തു നിക്കാഹി മഅ നഫി സ്വദാഖീൻ. ശരിക്കും പറയുന്നുണ്ടല്ലോ, അത് സദാഖായിട്ട് ബന്ധമൊന്നുമില്ല. നിക്കാഹ് എന്തെന്നു, നിക്കാഹിന് ഒരു പ്രശ്നമില്ല പോലും. സ്വദാഖിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് വെറും നിക്കാഹ് സംസാരിച്ചാൽ നിക്കാഹൂലേ? ആവും. ഫയുസ്തറത്തു ലിലുസൂമിഹി ഹുനാ, ഫയുസ്തറത്തു അപ്പോൾ ചർത്താക്കപ്പെടും, ലിലുസൂമിഹി സ്വദാഖ് നിർബന്ധമാവാൻ, ഹുനാ ദിക്റുഹു സ്വദാഖിനെ പറഞ്ഞുകൊള്ളണം, ഫീ കുല്ലിൻ മിൻ ശിഖൈൽ അഖ്ദി, രണ്ട് ഭാഗത്തും പറയണം. ഇജാബിലും കബൂലിലും മഹർ പറഞ്ഞെങ്കിൽ പറഞ്ഞത്ര തന്നെ കൊടുക്കണം. പറഞ്ഞത്ര കൊടുക്കാതിരിക്കാനുള്ള സൂത്രം എന്താണ്? കബൂൽ ചെയ്യുമ്പം ഈ പറഞ്ഞ മഹറിന് പകരം എന്ന് പറയാതിരുന്നാൽ മതി. എന്നാൽ ചില നയാ പൈസ കൊടുത്താൽ മതി. ബലി കരുതിയതെല്ലാം പോയില്ലേ, പിന്നെ മഹർ മിസിലേക്ക് മടങ്ങും. വലിയ മഹറാ പറഞ്ഞിട്ടുള്ളത്. 25 പവൻ മഹറിന് പകരമായി ഞാൻ നിങ്ങൾക്ക് എണ്ണിയാക്കി തന്നു എന്ന് പറഞ്ഞു. 25 പവനിലെ നമുക്ക് കൊടുക്കാൻ കഴിയുമോ? അപ്പൊ ഏറ്റവും നല്ല സൂത്രം എന്താണ്? മഹർ പറയാതെ കബിൽ തുനിക്കാ ബിൽ മഹറിൽ മസ്കൂരി പറയേ വേണ്ട. പറഞ്ഞ അത്ര തന്നെ മഹർ ഉജൂബാകണമെങ്കിൽ മഹർ പറയണം ഈ കുല്ലിൻ മീൻ ശിഖയിൽ. അതന്നെ തവാഫുക്കും വേണം. പറഞ്ഞതേ കത് 500 പകരം കെട്ടിച്ചു തന്നു എന്ന് പറയുമ്പോൾ 300 പകരം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എത്ര കൊത്തിയായില്ലേ? തവാഫുക്ക് വേണ്ടേ? തവാഫുക്ക് ഇല്ലെങ്കിൽ എന്താവൂല? ആവൂല. എന്തിലേക്ക് മടങ്ങും? പിന്നെ ഉദാഹരണം ഞാൻ ഈ പെണ്ണിനെ കെട്ടിയിരിക്കുന്നു, ഈ പെണ്ണിന്റെ നിക്കാഹ് സ്വീകരിച്ചിരിക്കുന്നു ഈ പറയപ്പെട്ട മഹറിന് പകരം. അപ്പൊ ഈജാബാക്കി അതിന് സമായിട്ട് തന്നെ കബൂലായില്ലേ? വൈല്ല രണ്ട് ഭാഗത്തും പറയാതിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പറയാതിരിക്കുകയോ പറഞ്ഞത് ഭിന്നമായി പോവുകയോ ചെയ്താൽ വജബ മഹറുൽ മിസ്ലി. സാധാരണ നാട്ടിൽ നിന്നുള്ള ഫുള്ള് ഉണ്ടാവില്ലേ 150 റുപ്യ, അത് കൊടുത്തു. സാധാരണ നാട്ടിൽ മഹർ മിസ്ലായിട്ട് അംഗീകരിക്കുന്നില്ലേ, അത് കൊടുത്താൽ മതി. ഒന്നിക്കിൽ രണ്ട് ഭാഗത്ത് ഒന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് പറഞ്ഞില്ല, അല്ലെങ്കിൽ വ്യത്യാസം വന്നുപോയി. എന്നാൽ മുബത്തദാ മുഅഖറും ഖബർ മുഖദ്ദമല്ലാക്കലില്ലേ? വല്ലസ്ലു ഫിൽ അഖ്ബാരി അൻ തുഅഖറ ഫജവ്വസു തഖദീമ ഇദ് ലാ ദററ ഫംനഉ ഹീന യസ്തവിൽ ജുസ്ആനി ഉർഫൻ വൻഖറൻ ആദിമൈ മായാനി. ഈജാബ് മുഅഖറു കബൂൽ മുഖദ്ദമായാലും നിക്കാഹ് സ്വഹിയാണ്. നമ്മുടെ രാജ്യത്ത് നടപ്പില്ല എന്ന് മാത്രം. നിങ്ങളുടെ മകൾ സൈനബയെ ഞാൻ നിക്കാഹ് ചെയ്തിരിക്കുന്നു ഈ കബൂൽ മുഖദ്ദം, ഈജാബ് മുഅഖർ അതും പറ്റും. ഓർഡർലെസ്, തർത്തീബ് തെറ്റി. മുബ്തദാനെ ബിന്ദിക്കലും ഖബറിനെ മുന്തിക്കലും ജായിസായതുപോലെ അത് കബൂലിന്റെ സീഹയാണെങ്കിൽ പോലും പറ്റും.
വയസിഹു തഖ്ദീമു ലഫ്ലി സൗജി സൗജിന്റെ ലഫ്ല് മുന്തിക്കാം വലിയന്റെ ലഫ്ലിനേക്കാൾ നടപ്പില്ല എന്നേ ഉള്ളൂ. വയസിഹു തഖ്ദീമു ലഫ്ലി സൗജീൻ ഔ വകീലിഹി എത്രത്തോളം സ്വഭാവം ഖബിൽതു എന്ന സീഗയായാലും ബഗൈറുഹാ കബൂലിന്റെ വേറെ സീഗയായാലും. കബൂലിന് നിരവധി സീഗ പറഞ്ഞില്ലേ, ഖബിൽതു ആയാൽ പോലും മുന്തിക്കാം. ഖബിൽത്തുവിൽ ഈ ഖിലാഫുണ്ട്, അത് ഈജാബിന്റെ പിറകെ പറ്റുള്ളൂ എന്നൊരു കൗലുണ്ട്. മറ്റുള്ളതിൽ അങ്ങനെ ഇല്ല. മറ്റുള്ളതിൽ മുന്തിക്കൽ ജായിസാണ് എന്ന് ഖത്ഈന്റെ തരീഖ എല്ലാവർക്കും കട്ടായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുതിയ പുളക്കും വക്കീലിനും വേണമെങ്കിൽ എന്താക്കാം, കബൂല് മുഖദ്ദമാക്കാം. അത് കബൂലിന്റെ സീല അല്ലെങ്കിൽ കബിൽത്തു അല്ലെങ്കിൽ ഇത്തിഫാക്ക് കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. മുന്തിച്ചോളി, നിങ്ങളുടെ മകൾ സൈനബയെ ഞാൻ നിക്കാഹ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പറ്റൂലേ? കബിൽത്തു എന്ന ഒറിജിനൽ സീലയായാൽ പോലും കിടക്കാം എന്നാ പറയുന്നത്. കമാഖാലാഹു അവർ രണ്ടാളും പറഞ്ഞതുപോലെ. ഇവർ രണ്ടാളും അവർ രണ്ടാളും എന്ന് പറഞ്ഞാൽ ആരാ? ശൈഖാൻ. വേറെ ഓർ രണ്ടാള് വേറെ ഉണ്ടാ? ഓർ രണ്ടാള് എന്ന് പറഞ്ഞാൽ ആരാ? ആ അവർ രണ്ടാളും അവർ പറഞ്ഞിട്ടുണ്ട് എന്നാ ഓർ രണ്ടാളും. ഖിലാഫൻ ലിമൻ ഫറഖ കബൂലിന്റെ അടുത്ത് മാറ്റം പറഞ്ഞവർക്കെതിരായിട്ട് കബിൽത്തു എന്നിടത്ത് പറ്റൂല, ബാക്കിയുള്ളിടത്ത് പറ്റൂ എന്ന് ലഹളയാക്കിയവർക്ക് മാറ്റമായിട്ട്. അത് തെറ്റാണ്, ഫർക്കൊന്നും ആക്കണ്ടയില്ല. കബൂൽ കബിൽത്തു എന്ന സീഗ ആയാലും മുന്തിച്ചൂടെ. എന്നാൽ വാദം അന്ന തഖദ്ദുമ കബിൽത്തു കബിൽത്തു എന്ന സീഗ മുൻകടക്കൽ ഗൈർ മുന്തദൻ, അർത്ഥമുണ്ടാവില്ല, അർത്ഥം കിട്ടൂല ഒരു കബിൽത്തു. കാരണം സ്വീകരിക്കണ്ടിക്കലേ അതിൻ്റെ മുമ്പ് ഒരു സ്വീകരണം നൽകാനുള്ള കാര്യം വേണമ്പോൾ കബിൽത്തു ആകുമ്പോൾ ഇടങ്ങേറ് ഉണ്ടാക്കും എന്നാണ് അവർ പറയും. അന്ന തഖദ്ദുമ കബിൽത്തു, അന്ന തഖദ്ദുമ കബിൽത്തു എന്താണ്? മുന്തലി ഗൈർ മുന്തലിമാണ്. എന്തേ ലിസ്തിദ്ആഇഹി ഖബിൽത്തു തേടുന്നുണ്ട് മഖബൂലൻ മുതഖദ്ദിമൻ. എന്തിനെ? മഖബൂലൻ മുതഖദ്ദിമൻ, മുതഖദ്ദിമായ ഒരു മഖബൂൽ, ഒരു ഈജാബിനെ തേടുന്നുണ്ട്. അതിന്റെ പിന്നാലെ മാത്രമേ എന്ത് സഞ്ചരിക്കാവൂ എന്ന വാദം മംനൂഉൻ. വസഅമു എന്ന മുബ്തദന്റെ ഖബർ മംനൂഉൻ സ്വീകാര്യമാണോ? ഇത് യസിഹു യുഖാല ഖബിൽതു മാ സയജിഉ മിൻക എന്നർത്ഥം. അവിടുത്തെ സങ്കല്പം ഇങ്ങനെ മുന്തലിമാക്കി എടുത്തത് എങ്ങനെയാണ്? ഖബിൽതു മാ സയജിഉ മിൻക, നിങ്ങളുടെ പക്കൽ നിന്ന് വരാനിരിക്കുന്ന കാര്യം ഞാൻ കബൂൽ. അപ്പൊ കബൂൽ മുഖദ്ദമായില്ലേ, മുടക്കണ്ട. والتعبير بالماضي عن المستقبل إشعارا بثقته بوقوعه حتى كأنه واقع شائع لغة معروفة. കള്ളത്തരാണാവില്ലേ? വരാനിരിക്കുന്ന കാര്യത്തെ പറ്റി മാമി കൊണ്ട് ഇബാറത്തിടൽ ഹറാമല്ലേ? ഒരു മുടക്കവുമില്ല. അതാ അംറുല്ലാഹി ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. ونفخ في الصور വരാനിരിക്കുന്ന കാര്യത്തിന്റെ തഹഖുഖ് അറിയിക്കാൻ വേണ്ടി മാദി കൊണ്ട് വാർത്തിട്ടൂടെ? എന്തിൽ പറയും? മാദി കൊണ്ടല്ലേ വാർത്തിട്ടത്. പുതിയ പട അനിൽ മുസ്തഖ്ബൽ, ഭാവിയിൽ വരാനുള്ളതിനെ തൊട്ട് ഇയാളെ കെട്ടിക്കാൻ തന്നെ തുടങ്ങിയ അതിന് മുമ്പ് ഇങ്ങനെ ഖബിൽത്തു ആക്കല്. ഇസ്ആറൻ ബിസിഖതി ബിവഖൂഇഹി, അത് സംഭവിക്കുമെന്നുള്ള ഉറപ്പ് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സംഭവിച്ചിട്ടില്ലെങ്കിലും സംഭവിച്ചത് പോലെയാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് മുസ്തഖ്ബലിന് വേണ്ടിയിട്ട് മാദി ഉപയോഗിക്കൽ ഷായിയാണ്.
ലുഗത്തൻ ഉർഫൻ. അപ്പൊ അതിലൊന്നും തർക്കമുണ്ടാ? ആർക്കെതിരെ തർക്കം? ഒന്നൊരു തർക്കവും വേണ്ട. എന്തിനേക്കാളും മുതൽ തഖ്ദീമു ലഫ്ലിൽ സൗജി എന്നല്ലേ പറഞ്ഞേ? അലാ ലഫ്ലിൽ വലിയ്യി, അല്ലെങ്കിൽ വക്കീലിന്റെ. വലിയല്ല വരുന്നത്, ഒറിജിനൽ വലിയ വരുന്നില്ല പോലും. ഒരേ തുക്കടിയാ വരുന്നത്, ഒരേ വക്കീലി. എന്നാലും അവരുടെ ലഫ്ലിനേക്കാണ് ഈ മുമ്പ് സൗജിന്റെ ലഫ്ല് അല്ലെങ്കിൽ സൗജിന്റെ വക്കീലിന്റെ ലഫ്ല് കടന്നൂടെ? മഖ്സൂദി, കെട്ടിക്കാൻ താല്പര്യം ഉണ്ടോ ഇല്ലേ? തന്റെ മകളാ, അതായിപ്പം വേണ്ടത്. കെട്ടാൻ താല്പര്യം ഉണ്ടോ ഇല്ലേ? അപ്പൊ മഖ്സൂദ് പൂർത്തിയായില്ലേ? വലാ യസിഹു നിക്കാഹ് ഇല്ലാ ബിലഫ്ലി തസ്വീജി അവിൽ നിക്കാഹ്. നിക്കാഹ് സഹീഹ് അല്ല പോലും, തസ്വീജ് എന്ന ലഫ്ദ് അല്ലെങ്കിൽ നിക്കാഹ് രണ്ടും കൂടി പറ്റൂല എന്നല്ല, രണ്ടിലും ഒന്നെങ്കിലും വേണമെന്ന്. അല്ലെങ്കിൽ അതിന്റെ തർജ്ജമ വലാ യസിഹു നിക്കാഹ് ഇല്ലാ ബിലഫ്ലി തസ്വീജി അവിൽ നിക്കാഹ്. രണ്ടും കൂടി പറ്റൂല എന്നല്ല, മാനിയത്തുൽ ഖുലൂബ് ഇതന്നെ വേണമെന്നൊന്നുമില്ല. ഇതേ പശർമ, ഇതേ ആശയം. ഇവയിൽ നിന്ന് പിടിക്കപ്പെട്ടതുപോലും, പിടിക്കപ്പെട്ടതാ. ഇതും മതിയാവൂലേ? ഐ വമസ്തുക്കമിന്നുവാന്നല്ലേ വണ്ടി. ഇതെന്താ പറ്റാണ്ടാ? പിടിക്കണമെന്ന് തന്നെ ഉണ്ടാ? സ്വന്തം പറയാൻ പറ്റുന്നുണ്ട്. അല്ലാഹ് വമസ്തുക്കാന്നല്ലേ പറയണ്ടി. വിവാവിൽ അത്ഫി അൻശഅതു തസ്വീജക എന്ന് പറഞ്ഞാലോ, അൻശഅതു തസ്വീജക, അൻശഅതു ഇൻകാഹക ബിന്ദി എന്ന് ഇതേ ശീലം ഉപയോഗിച്ചാലോ ഒന്നും മാറ്റം വരുത്താൻ ഇത് പറ്റൂല എന്നെ. വമസ്തുക്കമിന്നുവാന്നല്ലേ വണ്ടി. ഇത് പിടിക്കാൻ തന്നെ വേണോ എന്നെ? പിടിക്കണമെന്ന് തന്നെ ഉണ്ടാ? ഫലൈസ ഹാദാ വലാ യസിഹു നിക്കാഹു ഇല്ലാ ബിലഫ്ലി തസ്വീജി അവിൽ നിക്കാഹി എന്നത് അല്ല മുക്കററൻ. എന്തല്ല? 217 പറഞ്ഞതിനോട് വലാ യസിഹു നിക്കാഹു ഇല്ലാ ബിഇജാബിൻ വഖബൂലിൻ. 217 അതന്നെയല്ലേ ഇത്? അല്ല അത് വേറെ ഇത് വേറെ ആയിപ്പോയാ? അല്ല എന്നാ വേറെ വേറെയാണ് എന്നാണ്. വേറെ വേറെ ക്വസ്റ്റ്യനാണ് പോലും, കണ്ടാൽ പോലെ തോന്നും പോലും. കണ്ടാൽ ഒരുപോലെ തോന്നിപ്പോവും. എർട്ടികയോ ഈ ഇന്നോവയും ഒരുപോലെ കാണുന്ന പോലെ എന്താവും? നേരത്തെ 217 പറഞ്ഞതാണ് മയമ മറ എന്ന് പറഞ്ഞത്. എന്താണ് മയമ മറ? ഇന്നമായ സിഹന്നിക്കാഹു ബീജാവിൻ. അതെ, അപ്പൊ പറഞ്ഞില്ലേ എന്നല്ലേ? അപ്പൊ ആവർത്തനായില്ലേ എന്ന് ചോദ്യം. ആവർത്തനം അല്ല. എന്തേ? മുമ്പത്തെ വാക്ക് കൊണ്ട് തോന്നിപ്പിക്കുന്ന എന്താ? അതിന്റെ വേറെ സീഹ ഒന്നും പറ്റൂല എന്നാ പറയുന്നു അല്ലേ? മുഹിനി ഉത്തരം പറഞ്ഞത് അങ്ങനെയല്ല. ലിയന്നൽ കലാമ ഹുനാക ഫി ഇസ്തിറാത്തി സീഹ വഹുനാ ഫി തഈനിഹാ. അവിടെ തോന്നിപ്പിച്ചിട്ടുണ്ട് ലിയഹാമിഹി. എന്താണ്? മാമറ തോന്നിപ്പിച്ചു ഹസ്ര സിഹത്തി ഫി തിൽക സിയഹി. വേറെ ഒരു സീഹയും പറ്റൂല എന്നാണ് അവിടെ അറിയിച്ചത്. കാരണം പറ്റും. ഇവിടുന്ന് നമുക്ക് പറയാനുള്ളത് അന മുസബിജുക്ക, അതിന്റെ ബാക്കിയെല്ലാം കൂട്ടിക്കോ. ഞാൻ മുസബിജുക്ക, കെട്ടിച്ചു തരുന്നവനാകുന്നു ബിന്ദി. പറ്റുന്നില്ലേ? അവിടുത്തെ പോലെയല്ല, കുറച്ച് മാറ്റമുണ്ട്. എന്നാൽ ഇവിടെ വാദിച്ചു എന്ത്? അല്ലാഹനെ ചേർക്കണം പോലും. അല്ലാഹനെ ചേർത്തിട്ടില്ലേ കാര്യം ആകെ എല്ലാം ഡേഞ്ചർ. അല്ലാഹനെ ചേർത്തിട്ട് സംസാരിക്കും.
മുസവ്വിജുക അൽ ആന ബിന്തി ഫാത്തിമ ബിമഹരി ഹാദിഹിൽ ഖിലാദ. അല്ലാനെ ചേർക്കണം പോലെ, അല്ലാനെ ചേർത്താലേ ഉറപ്പ് കിട്ടും പോലും, അല്ലെങ്കിൽ വാഗ്ദത്തമായി മാറും. അല്ലാന ഉജൂബാണ് എന്നാ പറയുന്നത്. യഖ്തളി അന്നഹു ശർത്തുൻ. മുളാരിയായ ഫിയൽ ഉപയോഗിക്കുമ്പോൾ എന്ത് ചേർക്കണം? പുനഃ മുളാരിയായ ഫിയൽ ഉപയോഗിക്കുന്ന കേസിൽ മാളി ഇട്ടെടുത്ത് വേണ്ട. പിന്നെ ഇത് എഴുതുന്ന ഇവർക്കല്ല ഇങ്ങനെ പറയാൻ തോന്നി. എഴുതാന്ന് ഞാൻ പറയുന്ന എഴുതുന്ന ഇവർക്ക് ഇങ്ങനെ തോന്നിയത്. അതെ 218 നോക്കിയിട്ട് 218 ഉങ്കി വെക്കാം. അവിടെ 218 ഈ ചർച്ച കടന്നിട്ടുണ്ട് പോലും. എന്നിട്ട് അല്ലാതെ വേണോ വേണ്ടിയോ എന്നില്ല ഒരു ലഹളിയും കുഴപ്പമെല്ലാം ആക്കിയിട്ടുണ്ട് പോലും അല്ലേ? അതിൽ നിന്നാണ് പുറത്ത് പിടിച്ചെടുത്തത് അല്ലാതെ വേണോ, ഇല്ലെങ്കിൽ എല്ലാം പോയി പോയി. ഈ സീരിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉങ്കി വെക്ക പോലത്തെ മുസഫിജുക്ക അനാങ്ങാൻ മുസഫിജുക്ക ഉങ്കി വെക്ക സത്യസന്ധമായ മസല എന്താണ് വേണ്ട. ഇസ്മുൽ ഫായിലി ഹഖീഖത്തുൻ ഫിൽ ഹാൽ. ഹാലിന്റെ മേലെ ഒറിജിനലാണ്, മുസ്തഖ്ബലിന്റെ മേലെ മജാസാണ്. മുളാരിയായ ഫീൽ അങ്ങനെയല്ല, മുസ്തറക്കാണ്. ഹാലിനും ഭാവിക്കും രണ്ടും ഒരേ സ്ഥാനമാണ്. മുളാരിയായ ഫീൽ ഇവിടെ മുളാരിയായ ഫീലല്ല പറഞ്ഞത്. നേരത്തെ അല്ലാനെ വേണമെന്ന് പറഞ്ഞാൽ മുളാരിയായ ഫീലാണ്. അവിടെ മുസ്തറക്കാണ്. ഹാലിന്റെ മേലെയും മുസ്തഖ്ബലിന്റെ മേലെയും ഒരേ അധികാരമാണ്. അതേസമയത്ത് ഇസ്മുൽ ഫായില് മേലെ വെക്കുമ്പോൾ എന്താ ഷർത്ത് പറഞ്ഞത്? ഹാലാണ്. ഇപ്പോൾ ചെയ്യുന്നു എന്നേ അർത്ഥം കിട്ടുള്ളൂ. ഭാവിയിലേക്കുള്ളത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാ. അങ്ങനെ മേനയില്ല. ഞാൻ മുസഫിജുക്ക പിന്നീട് കെട്ടിച്ചു തരുന്നവരാണെന്ന. പിന്നീട് എങ്ങനെ ഇസ്മു ഫായിൽ എങ്ങനെ അങ്ങനെ അർത്ഥം? ഇസ്മു ഫായില് ഹാലിയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒറിജിനാലിറ്റി. ബാക്കിയത് തട്ടിപ്പാണ്. ഇസ്മു ഫായിലല്ലേ ഉപയോഗിച്ചത്? എന്ന ഇസ്മൽ ഫായിലി ഹഖീഖത്തുൻ ഒറിജിനൽ ആകുന്നു ഫിൽ ഹാൽ ഫലാ യുഹിമുൽ വഅദ. വഅദിനെ തോന്നിപ്പിക്കുമെങ്കിലല്ലേ അത്തായു ഇഹ്തറസ അൻഹു. അതിനെ തൊട്ട് ഇഹ്തിറാസ് അല്ലാനെ ഇട്ടിട്ട് ഇഹ്തിറാസ് വേണ്ടതുള്ളൂ. ഇഹ്തിറാസ് ആക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? വി ഖിലാഫിൽ മുളാരി. മുളാരിയെ മാറ്റമായിട്ട് മുളാരിനോ അവിടെ ലൈസത്ത് ഹഖീഖത്തൻ ഫിൽ ഹാലി, ലൈസ ഹഖീഖത്തൻ ഫിൽ ഹാലി മുസ്തറക്കാണ് ഹാലും ഭാവിയും. അപ്പൊ അവിടെ ഇപ്പം കെട്ടിച്ചു എന്ന് കിട്ടോ? അവിടെയാണ് അല്ലാതെ വേണമെന്ന് പറഞ്ഞത്. കണ്ടാ അവിടെ ചെറുവാനിയിൽ ഒന്ന് ശരിയാക്കണം. മൂന്നാം വരിയിൽ എന്താ പറയും? വരുന്നുണ്ട് അൽ ഖിലാഫു ഫീ കുല്ലി മിൻഹുമാ മശ്ഹൂർ. അൽ ഖിലാഫു അഭിപ്രായ വ്യത്യാസം ഫീ കുല്ലി മിൻഹുമാ ഇസ്മുൽ ഫായിലിലും മുളാരിയിലും മശ്ഹൂറാണ്. രണ്ടിടത്തും ഖൗലാനിയുണ്ട്. ഇസ്മു ഫായിലും ഉണ്ട്, അതുപോലെ മുളാരിയിലും എന്തുണ്ട് ഉണ്ട്. മുഅത്തമദ് ഇങ്ങനെയാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇസ്മുൽ ഫായിലും ഒരു ഖൗലുണ്ട്, ഹഖീഖത്തുൻ ഫിൽ ഹാൽ അല്ല, മുസ്തറക്കാണ്. മുളാരിയിലും ഉണ്ട് ഖൗല്, മുസ്തറക്കല്ല, ഹഖീഖത്ത് തന്നെയാണ് എന്നുമുണ്ട്. അപ്പം പിന്നെ രണ്ടും ഒരുപോലെ തന്നെയല്ലേ വരത്ത്? രണ്ടായാലും ഒരു ഇക്തിബാസ് വരുന്നുണ്ടല്ലോ. വൈന്നമല്ലദീ തഫാറഖാ ഫീഹി അത്തർജീഹു ഇൻദ ജംഇ. എന്തേ വ്യത്യാസമുള്ള ഇസ്മു ഫായിലും മുളാരിയും തമ്മിൽ? തർജീഹ്. മുളാരിയിൽ മുസ്തറക്കാണ് എന്നതാണ് തർജീഹ്. ഇസ്മു ഫായിലിൽ തർജീഹ് എന്താണ്? ഹഖീഖത്താണ്. ഹാലിന്റെ മേലെ തർജീഹ് കണക്കല്ല. ഖൗലാനി രണ്ടിടത്തുണ്ട്. ഇൽത്തിബാസും വേണ്ട പോലെ ഉണ്ട്. കാരണം ഇങ്ങനെയൊരു പ്രയോഗം ഉണ്ടല്ലോ നോക്കിയിട്ട്. മുഅത്തമദിൽ രണ്ടും എന്താണ് വ്യത്യാസമുണ്ട്. മുഅത്തമദ് മാത്രം നോക്കിയതെങ്കിൽ എന്താവും?
ഇസ്മു ഫായിലിന്റെ ഹഖീഖത്തും. പക്ഷെ അത് അത്ര 100% കണ്ണിതല്ലല്ലോ. അവിടെയും ഒരു കൗലി കിടന്നിട്ടില്ലേ? മുസ്തറക്ക് തന്നെയാണ്. ഏതുപോലെ? മുദാരി പോലെ. മുദാരിന്റെ അടുത്തുണ്ടല്ലോ 2 കൗലി. പക്ഷേ മുഅ്തമദാണ് ഈ പറഞ്ഞത്. ഫകാന യൻബഗി തഅയ്യിൻ വല്ലാന ഫീഹി മിസ്ലഹു. എന്ത് വേണം? ഉങ്കിഹുക എന്ന മുദാരിയിൽ പറഞ്ഞതുപോലെ ഇസ്മു ഫായിൽ ആയാലും വിവേകം കിട്ടണ്ടിക്ക് എന്ത് വേണം? അല്ലാനെ ചേർക്കാണ്ട് വഴിയുണ്ടോ? കാരണം മറ്റേ സാനിയായ മദ്ഹബ പിടിച്ചതെങ്കിലോ ഇപ്പൊ വാഗ്ദത്തത്തിലേക്ക് നീങ്ങൂലേ? അത് ഉറപ്പിക്കാൻ പറ്റോ? അതുകൊണ്ട് എന്ത് വേണം? അല്ലേ? ഖുറൂജൻ മിൻ ദാലിക്കൽ ഖിലാഫി അൽ മൂജിബി ലിഇഹ്തിമാലിഹി ഇസ്മു ഫായിൽ ആയാലും ഇഹ്തിമാലുണ്ട് വയതിന് ഒരു കൗലനുസരിച്ച്. ഇപ്പൊ എന്ത് വേണ്ടി വരും? ആ ഖുൽതു കഫാ ബിഖ്തിലാഫി തർജീഹി മുറജ്ജിഹാ. തർജീഹിന്റെ വ്യത്യാസം തന്നെ മതി. മുറജ്ജിഹായിട്ട് തർജീഹിന്റെ വ്യത്യാസം. തർജീഹ് മാറിയിട്ടില്ലേ? മുദാരിയിൽ എന്താണ് തർജീഹ്? ഇസ്മു ഫായിലോ കഫാ ബിഖ്തിലാഫി തർജീഹി മുറജ്ജിഹാ. മുറജ്ജിഹായിട്ട് ഏത് തന്നെ മതി? കഫാ ബിഖ്തിലാഫി തർജീഹി മുറജ്ജിഹാ. നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ അധികാരമായിട്ട് തർജീഹ് തന്നെ മതി. പ്രത്യേകിച്ച് ലാസിയമാ വൽ മുറജ്ജിഹൂന അയ്ളൻ മിമ്മൻ അഹാതു ബിൽ ലുഗത്തി അക്സർ മിൻ ഗൈരിഹിം. ഈ മുറജ്ജിഹീങ്ങൾ ആരാണ്? ആള് വെറും തർജീഹ് തന്നെ ഒരു കാരണമായിട്ട് നമുക്ക് എടുക്കാം. ഇനി മുറജ്ജിഹീങ്ങൾ, ഇവിടുത്തെ മുറജ്ജിഹീങ്ങൾ ആരാണ് യഥാർത്ഥം നോക്കിയെന്നെങ്കിൽ ഇവിടെ പറയുന്ന മുറജ്ജി ആരാണ് ഇതിൽ പങ്കെടുത്ത ആള്? ഇങ്ങനെ തർജീഹാക്കിയ ആള് മിമ്മൻ അഹാതു ബിൽ ലുഗത്തി അക്സർ മിൻ ഗൈരിഹിം. എന്താണ്? മുറജ്ജിഹീങ്ങൾ അധികമാണ്, വളരെയധികം മറ്റുള്ളവരെ കാണാൻ. മിമ്മൻ അഹാതു ബിൽ ലുഗത്തി, ലുഗത്ത് കൊണ്ട് ചുറ്റി അറിഞ്ഞവർ, ലുഗത്തിന്റെ എല്ലാ കണിയും മണിയും പഠിച്ചവരാണ്. പിന്നെ ഓരോടെന്തിനെ നമ്മൾ തർക്കിക്കുന്നു കഴിഞ്ഞാൽ അവർക്കെതിരായിട്ടുള്ള വാക്കെന്തിനാ നമ്മൾ സ്വീകരിക്കും? അല്ലേ? അവിടെ ചെറുപാൻ ശരിയാക്ക്. 3-ാം വരി സവാം കാന ബിജുംലത്തിൻ ഫിഅലിയ്യത്തിൻ മാദിയ്യത്തിൻ ഔ ഗൈരിഹാ ഔ ഇസ്മിയ്യത്തിൻ ആലിയ്യത്തിൻ ഔ ഇസ്മിയ്യത്തിൻ ആലിയ്യത്തിൻ. ക്ലിയറാക്കൽ, തെറ്റൊന്നുമില്ല. സവാം കാന ബിജുംലത്തിൻ ഫിഅലിയ്യത്തിൻ മാദിയ്യ ഔ ഇസ്മിയ്യത്തിൻ ആലിയ്യ. കണ്ടാ? അത് ശരിയാണ്. പിന്നെന്താണ്? ഇനിയുണ്ട് മദാലിക്ക ആത്മത്തിലേക്ക്. മദാലിക്ക എന്ന് പറഞ്ഞാൽ ഇജാബ് വേണം, കബൂല് വേണം. തസ്ബീജ് എന്ന സീഗ വേണം, ഇൻകാഹ് എന്ന സീഗ വേണം, അബിൽത്തൂലി അങ്ങനെയും വേണം. അതെല്ലാം എവിടുന്ന ഇതെല്ലാം കിട്ടിയത്? മുസ്ലിമിന്റെ ഹദീസ് സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്. അതിൽ നോക്കിയാൽ മതി. 4000 ഹദീസ് ഉണ്ട് സഹീഹ് മുസ്ലിമിൽ. പഠിച്ചാ അതിലുണ്ട്. എന്താ? സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ എന്നാണ് പഠിക്കുക. നിങ്ങൾ ആ സ്ത്രീകളെ പിടിച്ചിരിക്കുന്നു. അമാനത്തില്ല. ആരുടെ അമാനത്ത് കൊണ്ട്? ശർഈയായ അമാനത്ത് വെച്ച് തന്നതുപോലെ നിങ്ങളുടെ അധീനതയിലേക്ക് അല്ലാഹു വെച്ച് തന്നത് കൊണ്ട് അത് അമാനത്ത്. വിജയഹിന്ന സ്ത്രീകളാക്കി തന്നത് കൊണ്ട് തഹ്തൈദീക്കും കലമാനാത്തി ശർഈയ. വസ്തഹലൽതും നിങ്ങൾ അനുവദിച്ചെടുത്തു. ഖുറൂജഹുന്ന ബി കലിമത്തില്ല. എന്തുപയോഗിച്ചുകൊണ്ട്? അള്ളാന്റെ കലിമത്ത്. അതായത് അള്ളാന്റെ കലിമത്ത് ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് വന്ന ഹദീസായത്. നിങ്ങൾ ഫർജ് നേടിയെടുത്തത് എങ്ങനെയാണ്? ആരാപടിയിലെ ഫർജ് നിങ്ങൾ വശത്താക്കിയത് എങ്ങനെയാ? നിങ്ങൾ ചെറിയ കലിമത്ത് കൊണ്ടാടുന്ന. അപ്പൊ കലിമത്ത് ചെല്ലാണ്ട് ഇടുന്നെന്തെങ്കിലും ആവോ? എഴുതി ഒപ്പിട്ടാ മതിയാ?
ഫോറം പൂരിപ്പിച്ചാൽ മതിയാ, വീട്ടിന് വെള്ളം വെച്ചാൽ മതിയാ, കലിമത്ത് ഉച്ചരിക്കുന്നു. കലിമത്ത് എന്താ കലിമത്ത്? കലിമത്ത് മാവറദ ഫീ കിതാബിഹി, അല്ലാഹുവിന്റെ കിതാബിൽ വന്നത്. തസ്വീജി ഇൻകാഹ് വേറൊന്നും വന്നിട്ടില്ല. വലം യരിദ് ഫീഹി ഗൈറുഹുമാ, വിവാഹ സംബന്ധമായി വേറെ ഏതെങ്കിലും വാക്ക് വന്നിട്ടുണ്ടോ? ഒന്നുകിൽ ഇൻകാഹ് അല്ലെങ്കിൽ ഫലമ്മാ ഖദാ സയ്യിദും മിന്നാ വതറൻ സഫജിനാക അല്ലേ? പിന്നെ പറയുന്നത് വാങ്കിഹുല്ലയാമാമിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വൈമായിക്കും ഇയകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു ഫദ്ലഹു. കണ്ട നിക്കാഹിന്റെ കുത്തുവയല്ല വധ ഭയങ്കര പഠിച്ചു വെക്കണം. കുത്തുവ അതല്ല, അതിങ്ങനെ എടുത്തു നോക്കി ഇങ്ങനെ പറഞ്ഞ ആളുകളൊന്നും കെട്ടാതെ ആൾ കെട്ടൂല, ഓരോ മുഖത്ത് തന്നെ നോക്കണം. ഇതെന്താ എന്നെ പ്രത്യേകം പിടിവെച്ചത് എന്തേന്ന് തോന്നണ്ടേ? ആ രൂപത്തിലായിരിക്കണം ഓതേണ്ടത്. ഞാൻ ഭാഗം നൽകും, ഞാൻ ഞെട്ടിയിട്ട് തുള്ളി പോണ്ടേ അല്ലേ? ഖിയാസാക്കാൻ പറ്റോ? ഖിയാസാക്കിയിട്ട് അത് പറ്റും ഇത് പറ്റും നിനക്ക് തന്നു അല്ലെങ്കിൽ വെച്ചു ആക്കി പിടിച്ചോ, അത് മതിയാവോ? ഖിയാസില്ല. നിക്കാഹ് തഅബ്ബുദാണ്. ഇനി ഒരക്ഷരം മുണ്ടേണ്ട അധികാരം ഉണ്ടാ? ഫലം യസിഹ, അപ്പോൾ നിക്കാഹ് സഹിയല്ല. ബിനഹവി ലഫ്ളി ഇബാഹത്തിൻ വഹിബത്തിൻ വതംലീകിൻ, വിട്ടു തന്നു, ഓശാനം തന്നു, ഉടമയാക്കി തന്നു, ഇതൊന്നും പറ്റൂല. ഇതര മദ്ഹബിൽ പറ്റും, ശാഫി മദ്ഹബിൽ അതൊന്നും പറ്റൂല. ഇണയാക്കി തന്നു, കൂട്ടിച്ചേർത്തി തന്നു എന്നാണ്. അത്ര കണ്ടീഷനാണ് ശാഫി മദ്ഹബിൽ. മാലിക്കി മദ്ഹബിൽ ഇതെല്ലാം പറ്റുന്നുണ്ട്. ഇബാഹത്ത്, ഇബത്ത്, തംലീക്ക് നടക്കില്ല. എന്നാൽ അല്ലാഹു ആക്കിയതോ അന്നിക്കാഹ ബിലഫ്ളിൽ ഹിബത്തി, അത് മിൻ ഖസായിസിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബിതങ്ങൾക്ക് കുത്തകയാണ്. അൽ ഖസായിസു സുഗ്റ, അൽ ഖസായിസുൽ കുബ്ര എല്ലാം ഉണ്ട്. അതിക്ക് നബിതങ്ങൾക്ക് പറ്റുന്നതല്ല നമ്മൾക്കും പറ്റോ? ഇല്ല. നബിതങ്ങൾക്ക് പ്രത്യേകം കൺസെഷനാണ്. നിക്കാഹ് കഴിക്കുമ്പോൾ ഏത് സീലയും പറ്റുന്നു. വജഅലുഹു തആല മുത്തറ അന്നിക്കാഹ ബിലഫ്ളിൽ ഹിബത്തി മിൻ ഖസായിസിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അവിടെ ചോദ്യം? നബിതങ്ങൾ ഹിബത്ത് എന്ന സീല കൊണ്ടാകച്ചു കൊണ്ട് നമുക്കും കഴിച്ചൂടെ? എൻ്റെ മകൾ ദൈനവേ ഞാൻ നിങ്ങൾക്ക് ഓശാരമാക്കി തന്നു എന്ന് പറയുന്നു. ഒരു ഓശാരം ഇടില്ല. വിവാഹം എന്ന് പറഞ്ഞ പദത്തിൽ തന്നെ ജനങ്ങൾ തർക്കിക്കുന്നു. അത് മതിയാവില്ല, അത് പരിഭാഷയായിട്ടില്ല എന്നാണ് പറഞ്ഞു. വിവാഹം ഇണയാക്കി തന്നു എന്നാണ്, കൂട്ടിച്ചേർത്തി തന്നു എന്നാണ്. നിബിധങ്ങളുടെ കുത്തകയാണ്. സീല ഇന്നതായിരിക്കണം എന്നൊന്നും ആരോട് നിർദ്ദേശിച്ചില്ല. കിട്ടി സൂറത്തുൽ അഹ്സാബ് 50. ഹിബത്തിന്റെ ലഫ്സ് ഉണ്ടായാലും കെട്ടിക്കലായി പോലും. അതാ ചൊന്നതർക്ക് സൂറത്തുൽ അഹ്സാബ് 50 ഈ നിയമം ഖാലിസത്തല്ലക, അല്ലാണ്ട് എന്തില്ല? മിൻദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാ ഈ അധികാരം. ഓർക്കെന്തിനി? ഓരെല്ലാം മര്യാദയ്ക്ക് കെട്ടാൻ പറയാന്നാണ്. ഖാലിസത്തല്ലക മിൻദൂനിൽ മുഅ്മിനീൻ എന്നുണ്ട്. അപ്പൊ എന്തായി? അഹ്സാബ്, സൂറത്തുൽ അഹ്സാബ് 50 എന്താ ചർച്ച? യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക അല്ലാത്തി ആതൈത ഉജൂറഹുന്ന വമാ മലകത് യമീനുക മിമ്മാ അഫാ അല്ലാഹു അലൈക വബനാതി അമ്മിക വബനാതി അമ്മാതിക വബനാതി ഖാലിക വബനാതി ഖാലാതിക അല്ലാത്തി ഹാജർന മഅക. അടുത്തത് വംറഅത്തുൽ മുഅ്മിനത ഇമ്മഹബത് നഫ്സഹാലിൻ നബി, മരിയനെ വേണ്ടവരും വംറഅത്തുൽ മുഅ്മിനത ഇമ്മഹബത് നഫ്സഹാലിൻ നബി. പക്ഷേ ഇൻ അറാദൻ നബിയ യസ്തൻകിയഹ, നിങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചെങ്കിൽ മാത്രം, പെണ്ണ് തന്നത് കൊണ്ട് മാത്രം നിക്കാഹായില്ല. അപ്പൊ നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പെണ്ണ് പറഞ്ഞാൽ മതി
എൻ്റെ ശരീരത്തെ ഞാൻ ആചാരമാക്കി തന്നിരിക്കുന്നു, എന്നാൽ തന്നെ നിക്കാഹ്. ഈ നിയമം ഖാലിസത്തല്ലക മിൻ ദൂനിൽ മുഅ്മിനീൻ, തങ്ങൾക്ക് സ്പെഷ്യലാണ്, ആർക്കില്ല. സൂറത്തുൽ അഹ്സാബ് 50. മറ്റുള്ളവർക്ക് പറ്റോ ഈ സീഹ? പറ്റൂല. ഹനഫി മദ്ഹബില് സ്വന്തം വിലായത്തിന്റെ പറഞ്ഞ് എടുത്തിട്ട് പറയുന്നു. സ്വന്തം വിലായത്തിന്റെ പറയുന്നുണ്ടല്ലോ. സീഹയിലും മാറ്റമുണ്ട്, മഹദിലും മാറ്റമുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അത് സ്വരീയവും വാദിയും ഖിയാസ് പാടില്ല എന്ന് വളരെ തെളിഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഖാലിസത്തല്ലക മിൻ ദൂനിൽ മുഅ്മിനീൻ ഇല്ലേ? ബുഖാരിയിലുണ്ടല്ല, ഡബിളാക്കിയതുകൊണ്ട് അത് നസീഹ മാറിയിട്ടും കാണുന്നുണ്ടല്ലോ. ബുഖാരി ഒരു ചോദ്യം. എന്നാൽ ഖബറുൽ ബുഖാരി ഒരു എത്തിറാദും അതിന്റെ ഉത്തരവും പറയാം. മല്ലക്തുകഹ ബിമാ മഅക മിനൽ ഖുർആൻ എന്നല്ല, അത് മുവത്തയിലും വന്നിട്ടുണ്ട്. മുവത്തയിലാണ് വളരെ 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 വിശദമായിട്ട് പറഞ്ഞത്. ഒരു ഫഖീറായ ആള് വന്നിട്ട് ഈ പണിയെ ഞാൻ കെട്ടട്ടെയോ എന്ന് പറഞ്ഞാലോ, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് എന്നെല്ലാം പറഞ്ഞു. എൻ്റെ അടുത്തൊന്നും ഇല്ല, ഒരു മോതിരം പോലും കൊടുക്കാനില്ല, ഇരുമ്പിൻ്റെ റിങ് കിട്ടുമെന്ന് നോക്കിയിട്ട് അത് കിട്ടിയിട്ടില്ല. ഞങ്ങൾ കെട്ടിച്ചു കൊടുത്തു. മല്ലക്തുകഹ, നബിയ കെട്ടിച്ചു കൊടുത്തത്, വഴിയില്ലാതുകൊണ്ട് പണിയിൽ. ഈ പണിയെ ഞാൻ നിങ്ങൾക്ക് ഉടമയാക്കി തന്നു. ബിമാ മഅക മിനൽ ഖുർആൻ ബിതഅലീമിക ഇയ്യാഹ മാ മഅക മിനൽ ഖുർആൻ, നിങ്ങൾ പഠിപ്പിക്കണം എന്ന മഹദിന് പറയാം. നിങ്ങൾക്ക് അറിയുന്ന ഖുർആൻ ആർക്ക് പഠിപ്പിക്കണം? അതന്നെ മഹദ്. സമ്മതിയില്ല മഹദ് റെഡിക്കാശന്നെ വേണമെന്നുണ്ടാ, പൊന്നു വേണമെന്നുണ്ടാ, വെള്ളി വേണമെന്നുണ്ടാ. നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുള്ളത് അത് പെണ്ണിനെ പഠിപ്പിക്ക് ഫ്രീ ആയിട്ട്. എന്തെങ്കിലും ഒരു മഫാത്തായാലും മതിയില്ലേ മഹദ്? അതോ മല്ലക്ക എല്ലാം ഉപയോഗിച്ചത്? അത് ഇമ്മാ വഹ്മു മിൻ മഅമർ, മഅമറിൽ നിന്ന് വഹ്മു വന്നു പോയതാന്ന് പോലും. മഅമർ എന്ന റാവി ഇത് കൈകാര്യം ചെയ്തു മാറിപ്പോയതാണ് മഅമർ. ആരാ പറയുന്ന അങ്ങനെ വഹ്മാണ്? നിശാപുരി ഇമാം പറയും. അതങ്ങനെ പറയേണ്ട ആവശ്യം? 99.9% പറഞ്ഞത് സബ്ബജ്തുക ആണ്. സബ്ബജ എന്ന് പറഞ്ഞാൽ നല്ല മുന്തിയ സീതയാണ്. ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, ഇബ്നു ഹിബ്ബാനിലുണ്ട്, മുവത്തയിലുണ്ട്, അബൂദാവൂദിലുണ്ട്, തിർമിദിയിലുണ്ട്. സഹീൽ ഇബ്നു സഈദ് സായിദി റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് അതിൽ പറയും സബ്ബജ്തുക, അങ്കയത്തുകനേക്കാണീ മുന്തിയത്. ഓ സബ്ബജ്തുക, ഈ പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നു. വളരെ മുഫസ്സലായിട്ട് മുവത്തയിലുണ്ട് ഇത്. ആ എന്തും പറ്റിയാലും മുത്തമഫലായ പോലെ വൽജമാഅത്തു കൂടുതൽ ആൾക്കാരാണ് ഔല ബിൽ ഹിഫ്ദി, ഹിഫ്ദ് കൊണ്ട് ബന്ധപ്പെട്ടത് ഒരാളേക്കാണ്. മഅമൂർ കൊണ്ട് 10,000 ആളുണ്ട്. എന്നാൽ 10,000 ആളുടെ വാക്കല്ലേ എടുക്കണ്ടി? പിന്നെ മഅമൂറെ ഒന്നിച്ചിട്ട് 10,000 തള്ളല. അതുമല്ലെങ്കിൽ ആ റിവായത്തും ബിൽ മഅന, മഅന കൊണ്ട് റിവായത്താക്കിയതായിരിക്കും. മഅന കൊണ്ട് റിവായത്താക്കാൻ പറ്റൂല ഹദീസ്. അപ്പോ ഇത് ഉദ്ധരിക്കുന്ന ആള് കൺവേർട്ടാക്കി. നബി തങ്ങൾ പറഞ്ഞ അതേ പദം പറയാണ്ട് എന്താക്കി? അങ്ങനെയായിരിക്കും. രണ്ടും ഒരേ മഅനക്കുള്ളതാണ് എന്ന വിചാരം കൊണ്ട് മല്ലക്കയായാലും ദബ്ബജയായാലും ഒരേ ആശയം കിട്ടുന്നുണ്ടല്ലോ എന്ന് അവർ ചിന്തിച്ചു കൊണ്ട് എന്താക്കിയതായിരിക്കും. അങ്ങനെയാവണമെന്നില്ല. ആ ജമാഅ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ ലഫ്ളൈനി ഡബിൾ ലഫ്ള് ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡബിൾ ലഫ്ള് ഉപയോഗിക്കുന്ന വിത്തല്ല. ഒരു സീഗ കൊണ്ടേ കെട്ടിക്കാവുന്ന അങ്ങനെയില്ല. ഡബിൾ സീഗ, ഒരു സീഗ ഇങ്ങനെ ഒരു സീഗ പുറത്തു. അപ്പൊ ഈ അകത്തുനിന്ന് തന്നെ 2 സീഗ എടുത്താൽ പിന്നെ പറയാനില്ല. സബ്ബജ്തുക അങ്കയത്തുക, ഇത് ഒന്ന് ഇടുന്നു ഒന്ന് പുറത്തുന്നു. ഇശാറത്തൻ ഇലാ ഖുവ്വത്തി ഹഖി സൗജി, സൗജിന്റെ ഹക്ക് വളരെ ശക്തിയാണ്. അപ്പൊ ഈ കേട്ടത് കൊണ്ടൊന്നും സൗജി കബൂലാക്കാൻ വരില്ല. അപ്പൊ മല്ലക്തുക ഇട്ടിട്ട് അതൊന്നും കൂടെ ജോറുവാറാക്കിയാലോ?
വന്നഹു ഈ വലി എന്ന് പറഞ്ഞ ആള് കൽ മാലിക്കി പെണ്ണിന്റെ മാലിക്കിനെ പോലെയാണ്. എന്താവും മല്ലക്തുക എന്ന് പറയാൻ അധികാരമില്ലേ? അപ്പൊ അത് വിട്ടിട്ട് ബസാക്കിയതാണ് രണ്ടും കൂടി നല്ലോണമില്ലേ? പക്ഷേ മല്ലക്തുക അമ്മ എന്തായാലും ചേർക്കണ്ട. മല്ലക്തുക അജ്നബിയായ വാക്കാണ്. നമ്മളെ അകത്തുനിന്ന് തന്നെ എടുത്തിട്ട് കൊച്ചോ തബ്ബസ്തുക ഓക്കെ നാപ്പൊട്ടനാണെങ്കിൽ എന്താ വേണ്ടി നാമ ചലിക്കുന്നില്ല. ഈശാറത്തി ഓന്റെ സൂചന കെട്ടിക്കുമ്പോൾ വലിയായാൽ വലിയുവാകാം അഹ്റസ് അല്ലെങ്കിൽ പുതിയാപ്പളിയാകാം. അപ്പൊ ഈജാബ് ഇഷാറത്ത് കൊണ്ടാക്കിക്കൊള്ളണം. അതുപോലെ കബൂലും എന്തുകൊണ്ടാക്കിക്കൊള്ളണം? ഇഷാറത്ത് ഉണ്ടാക്കൽ വേറെ. മറ്റേ ജാനിബ് ലഫു തന്നെ പറഞ്ഞോളണം. ഇവന്റെ സമയത്തുമ്പോ ഇവൻ മറ്റുള്ളതിന്റെ പുറമെ ഇഷാറത്ത് കൂട്ടിയാൽ മതി. രണ്ടാക്കും ഇഷാറത്താണ് ഇവർക്ക് അടിസ്ഥാനം. എങ്ങനത്തെ ഇഷാറത്താകണം? അല്ലതീ ലാ യഖ്തസ്സു ബിഫഹ്മിഹാ അൽഫത്തിനു. ഇത് മനസ്സിലാകൽ കൊണ്ട് കുത്തകയാകാൻ പാടില്ല. ബുദ്ധിമാന്മാർ മാത്രം, അധികം ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനത്തെ ഇഷാറത്താകുമ്പോൾ അത് കിനായത്താണ്. എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം മകളെ കെട്ടിച്ചതാണ് അല്ലെങ്കിൽ പെണ്ണിനെ കബൂലാക്കിയതാണ് എന്ന് ഏതൊരാളുടെ മേലിലും അറിയിക്കുന്ന രൂപത്തിലുള്ള ഇഷാറത്ത്. എന്നാലല്ലേ ശരിയാവും. അല്ലെങ്കിൽ എന്തായിട്ട് മാറും? കിതാബത്തി എഴുതിയാലും പോലെ അഹ്റസ് അഹ്റസിന്റെ കിതാബത്തും അതിന്ന് ഖിലാഫന്നില്ല. ഭൂമിലോകത്ത് എഴുത്തുകൊണ്ട് നിക്കാഹാകുന്ന ഒരാളെ ഉള്ളു പോലെ അഹ്റസ് അലാമാഫി മജ്മൂഇൽ. മജ്മൂഇൽ എങ്ങനെയാ പറയും? ഖിലാഫ് പോലും ഇല്ല. അഹ്റസിന് എന്ത് മതിയും ലാക്കിന്നഹു മുഅ്തറം. പക്ഷേ ആക്ഷേപം വന്നു, ജനങ്ങളെ പ്രക്ഷോഭാക്കി, കർഷക സമരം. എന്നഹു യറാ, ഇതേ മജ്മൂഇൽ തന്നെ പറഞ്ഞത് അന്നഹ എഴുത്ത് തലാഖിന് കൊള്ളൂല, കിനായത്താണ്. എഴുത്ത് എന്തിനു മതി? ഒന്നിനും പറ്റൂലല്ലോ. തലാഖിന് പോലും പറ്റൂല. അഖദ് സ്ഥാപിക്കൽ അകലു, അത് വളരെ കാഠിന്യമുള്ളതാണ്. ഉള്ളത് ഇളക്കിക്കളയുന്നതിനേക്കാൾ. ഹുലൂൽ എന്ന് പറഞ്ഞാൽ തലാഖ്. ഹുലൂലിനേക്കാണ് ഓവർ സ്ട്രോങ് അല്ലേ? എവിടെ എവിടെ എങ്ങനെ പിന്നെ കിനായത്ത് മതിയാകും? നിക്കാവില്ല. എടുത്തുകൊണ്ട് എങ്ങനെയാ നിക്കാഹാകല്? ഫദ്ലനങ്കോനി ഈ വിലാ ഖിലാഫ്. പ്രത്യേകിച്ചും ഖിലാഫ് തന്നെ ഇല്ല എന്ന് പറയേണ്ട അധികാരത്ത് എന്നെല്ലാം പറഞ്ഞിട്ട് ലഹള വന്നിട്ടുണ്ട്. ചപ്പാട് ഉത്തരം പറ. ഉത്തരം പറ. കലാമിഹി മജ്മൂഇൽ പറഞ്ഞ കലാമിനെ ചുമത്തിക്കൊള്ളണം. അലാമ ഇദാലം തക്കുല്ലഹു ഇശാറത്തു മുഫീമ എന്നാണ്. ഒരു നിലക്കും ഇശാറത്താക്കാനുള്ള യാതൊരു വകയുമില്ല. മുഫീമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ. ഇശാറത്ത് അവന്റെ കയ്യിലില്ല, അങ്ങനെ ഒന്നിൽ നിന്ന് സമർത്ഥിക്കാനേ കഴിയില്ല. അങ്ങനെ ഗതികെട്ട് പോലും ഇനിയിപ്പം ആക്കൽ പിന്നെ എന്നാലും എഴുത്തുകൊണ്ട് കെട്ടിക്കുന്നതിനേക്കാണ് നല്ലത് എഴുത്തുകൊണ്ട് വക്കാലത്താക്കുന്നതാണ് പോലും. കാരണം വക്കാലത്തിൽ കിനായത്ത് മതി. അതും നോക്കണം പോലും. വക്കാലത്താക്കാൻ കയ്യാണ്ട് വരണം പോലും. കാരണം വേറെ വഴിയില്ല. ഇശാറത്ത് ഇവനിൽ നിന്നുണ്ടാകുന്നില്ല. എന്നാലേ കെട്ടിച്ചോട്ടെ പോരാ. നോക്കിയില്ലൂ. ഏതും കൂടി മുടങ്ങണം. വക്കാലത്ത് എങ്ങനെ ആക്കല്? ലോ അംകനഹു തൗക്കീലു ബിൽ കിതാബത്തി അവിൽ ഇശാറ എന്നാ തഅയ്യന ലിസിഹത്തി നികാഹി തൗക്കീലുഹു വഹുവ കരീമുൻ വഇൻ കാന കിനായത്തൻ ലകിന്നഹു ബിതൗക്കീൽ. എന്നാൽ നിക്കാഹ് മോശാവില്ലല്ലോ. ഇശാറത്ത് കൊണ്ടോ എഴുത്തുകൊണ്ടോ വക്കീലാക്കാൻ പോലും കഴിയാതെ ഗതികേട് വന്നുപോയി. ഇവന്റെ വെള്ളിക്ക് തന്നെ വീണുപോയി. അവിടെയാണ് എന്ത് മതി എന്ന് പറഞ്ഞത്? മതി എന്ന് പറഞ്ഞത്. അത്ര ഗതികേടാണ്. നിക്കാഹിനേക്കാണ് സിമ്പിളാണ് വക്കാലത്ത്. അപ്പൊ ഇശാറത്ത് കൊണ്ടോ ഏത് ഇശാറത്ത്? ബുദ്ധിമാന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന ഇശാറത്ത്. ആ ഇശാറത്ത് കൊണ്ടോ നല്ല കിനായത്താകില്ല. അല്ലെങ്കിൽ എഴുത്തുകൊണ്ടോ
തൗക്കീലാക്കാൻ കഴിയുമെങ്കിൽ അതെങ്കിലും ചെയ്യും. അതിനും കഴിയാതെ വരുന്ന സമയത്ത് ഇവൻ്റെ അടുത്താണെങ്കിൽ ഇശാറത്തും ഇല്ല. ആ സമയത്ത് പിന്നെ ഇൽത്തിറാറായി പോയി. ഇനി എന്തെന്നെ വഴി പറഞ്ഞ മനസ്സിലായില്ലേ? നമുക്കോ തൗക്കീൽ കിതാബ, അവനക്ക് കിതാബത്ത് കൊണ്ട് തൗക്കീലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ബുദ്ധിമാന്മാർക്ക് മാത്രം അറിയുന്ന ഇശാറത്ത് എനിക്കുണ്ട്, എല്ലാവർക്കും അറിയുന്ന ഇശാറത്തില്ല. എന്നാൽ ഉടനെ തൗക്കീലായിക്കോളണോ? എന്നാൽ തൗക്കീലല്ലേ കുറച്ച് മോശമാവുള്ളൂ അല്ലേ? അത്രയും തൊലഞ്ഞ് നിരങ്ങിയാലാണ് എന്ത് മതി എന്ന് പറഞ്ഞത്. അന്നേരം പിന്നെ ഖിലാഫില്ല, ഉറപ്പന്നല്ലേ, കിനായത്ത് തന്നെയല്ലേ? അതെ, ഇത്രയും വലിയ ചുറ്റുപാട് വരണം. ഇശാറത്ത് മുഫീമ എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഇശാറത്ത് അവൻ്റെ അടുത്തില്ല. അവൻ്റെ അടുത്ത് ഉണ്ട് ഇശാറത്ത്, ബുദ്ധിമാന്മാർക്ക് മാത്രം തിരിഞ്ഞു. അത് കിനായത്ത് തന്നെയല്ലേ? അതിൽ എഴുത്തുണ്ട്. തൗക്കീലിന്റെ എല്ലായിടവും നോക്കി ബുദ്ധിമാന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന ഇശാറത്ത് കൊണ്ടും തൗക്കീലാക്കാം, എഴുത്തുകൊണ്ടും തൗക്കീലാക്കാം. തൗക്കീലിന് കിനായത്തും മതി. കിതാബുൽ വക്കാലത്തിൽ പറയും, വക്കാലത്തിന്റെ ഭാഗം പഠിക്കണം. അതും കൂടി നിവൃത്തിയില്ല, ഇതിപ്പം കെട്ടാനും കെട്ടിക്കാനും വഴിയില്ലാതെ വന്നാൽ അന്നേരം ഖിലാഫുണ്ടാവും. അന്നേരം പിന്നെ കിതാബത്ത് തന്നെ വേണമെന്നില്ല. ഏത് ഇശാറത്തും മതി, ബുദ്ധിമാന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന ഇശാറത്ത് അതുണ്ടെങ്കിൽ അതും മതി. അതും കിതാബത്ത് വരെ സ്ഥാനം. പിന്നെ ഇല്ലാന്ന് പറഞ്ഞതോ? ഇല്ലാന്നല്ലേ പറഞ്ഞേ? ഇശാറത്ത് ഇവന്റെ അടുത്ത് ഇല്ല, എല്ലാവർക്കും മനസ്സിലാകുന്ന ഇന്റർനാഷണൽ ഇശാറത്ത് ഏതായാലും ഇല്ല. ഇനി ഒന്നിക്കൽ എഴുത്ത് അല്ലെങ്കിൽ അനർബി ഭാഷ പറ്റില്ലേ? അറബിയിലായിരിക്കൽ ശബ്ദുണ്ടാ? എന്തിനാണ് അറബിയത്തിന്? മൂന്ന് വജിഹാണുള്ളത്. അറബിയല്ലാതെ പറ്റൂല, അറബിയല്ലാതെ ഏതും പറ്റുമോ? അത് രണ്ട് ശിക്കും അനർബിയാക്കിയാലും ഒരു ശിക്ക് അനർബിയാക്കിയാലും എല്ലാം പറ്റും. ഏടെ വേണമെങ്കിലും അനർബി പറ്റും. മൂന്നാം കോലി അറബി ഉച്ചരിക്കാൻ വകമുള്ളവർക്ക് അറബി പറ്റൂല, അല്ലാത്തവർക്ക് പറ്റും. മൂന്ന് വെച്ച് പിന്നെ സഹി അത് പറ്റും. അതിനെ പറ്റുന്നെങ്കിൽ രണ്ടു ഭാഗത്തും പരിഭാഷ ഇങ്ങനെ ഉണ്ടാ. ഒന്ന് അറബി ഒന്ന് പരിഭാഷയും പറ്റൂലേ? എല്ലാം പറ്റും. രണ്ടും പരിഭാഷ പറ്റൂല, രണ്ടും അറബി പറ്റൂലേ? സാധന്മാരല്ല ആണെങ്കിൽ പരിപൂർണമായ അറബി പറഞ്ഞാൽ പിന്നെ ഇനിന്നേ പരിഭാഷ വേണം? ഒന്നും വേണ്ട. വയസ്സിയുമില്ല ജമീയത്തി. ഇനി ഒരു ഭാഗത്ത് പരിഭാഷയും ഒരു ഭാഗത്ത് അറബിയും പറ്റൂലേ? എന്തി എന്ന് പറഞ്ഞിട്ട് അന്നേരം തന്നെ പരിഭാഷയും പറഞ്ഞു വലിക്കും. അവർക്ക് എന്നിട്ട് അയാൾ ഉത്തരവും പറയുന്നു പോലും. അന്നേരം എന്താകുന്ന അറിയാമോ? ഈ പരിഭാഷക്കുള്ള കബൂലായി. അത് ഇവിടെ പരിഭാഷയാണ് അറബിയും പറ്റുമല്ല. അന്നേരം അതിനോടത്താൽ ഫാത്തിമ അത് ഈ ഖിലാലെന്ന് പറഞ്ഞു, എന്റെ മകൾ ഫാത്തിമയെ ഞാൻ നിങ്ങൾക്ക് ഇടയാക്കി തന്നു. കവിൽ തുരിക. അപ്പൊ ഈ പരിഭാഷക്ക് നേരെ ഒത്ത് ഇതിനോട് ഇപ്പുറം പരിഭാഷ അപ്പുറം അറബി, അല്ലെങ്കിൽ അപ്പുറം പരിഭാഷ ഇപ്പുറം അറബി എല്ലാം പറ്റൂലേ? ഈ എല്ലാം വാട്ട പറഞ്ഞേക്ക് അറബിയത്താണ്. അറബി കൊണ്ടുപോലെ അറിയ, അറബിന്റെ PhD പോലും അറിയാം. എന്നാലും അറബി മൂടി വെച്ചിട്ട് വഹിയ അജമിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ മുറാദ്? അറബി അല്ലാത്തത്. അത് പറയാൻ കാരണം അജമിയത്ത് എന്ന് പറഞ്ഞാൽ അജം എന്ന ഒരു നാടുണ്ട്. ആ നാട്ടിലുള്ള ഭാഷക്ക് അജമിയത്ത് എന്ന് പറയുന്നത്. അപ്പൊ തഖ്സീസാവും. ആ നാട്ടിലുള്ള പരിഭാഷയെ പറ്റുള്ളൂ. ഇവിടെ ഖാസ് കൊണ്ട് ആമാണ് മുറാദ്. ഈ സ്ഥലത്ത് നമ്മൾ അജമിയത്ത് എന്ന് പറഞ്ഞാൽ പരിഭാഷ എന്നല്ല അർത്ഥം. അജം എന്ന നാട്ടിലുള്ള ഭാഷ എന്താവും? അജം എന്ന നാട്ടിലുള്ള ഭാഷയെ പറ്റുള്ളൂ.
ഖാസ് പറഞ്ഞുകൊണ്ട് ആമ മുറാദ്. എന്താ ഖാസ് പറഞ്ഞിട്ട് ആമ മുറാദ് ഇല്ലേ? കോൾഗേറ്റ് ഉണ്ടാന്ന് ചോദിക്കുന്നില്ലേ? അതിന് കൊണ്ടു കൊടുക്കുന്ന ഏതാണ്? ക്ലോസപ്പ്. അപ്പൊ ആമ പറഞ്ഞ് ഖാസ് പറഞ്ഞിട്ട് ആമ മുറാദാക്കലുണ്ട്. വൈകിട്ട് ചായ കുടിച്ചിട്ട് പോവാന്നാ പറയും. കൊണ്ടുവരുന്ന ചായ എന്നല്ല, കുർക്കൂസ്. അല്ലെങ്കിൽ വേറെ എന്തോ മോരും വെള്ളം. കണ്ടാ, ഖാസ് പറഞ്ഞിട്ട് ആമ മുറാദാക്കിക്കൂടെ? എന്തുകൊണ്ടാണ് അച്ഛനെ കൊറ്റുന്നത്? ഏത്തിപ്പാറമ്പിൽ മാന ആശയമാണ് നോക്കൽ. വരുന്നുണ്ടോ കെട്ടുന്നുണ്ടോ മാത്തോട്ടിയുണ്ടോ എന്നാ നോക്കുന്നത്, അല്ലാണ്ട് നിങ്ങൾ എന്ത് ചീക ഉച്ചരിച്ചു എന്നാ നോക്കുന്നത്. ഇതിലായതായാലും നിക്കാഹിനോട് ബന്ധമില്ല, ഏജാസ് ഇല്ല. ഏജാസുള്ള സീക എന്നല്ല ഇത് നിക്കാഹിന്റെ സീക. അതുകൊണ്ട് പരിഭാഷ പറ്റൂലേ? പക്ഷേ പരിഭാഷ വെക്കുമ്പോ വൈത്തരം നിനക്ക് തന്ന് എനിക്കെന്നെ ഇനി അങ്ങോട്ട് നീ പുതിയ പളയും ഞാൻ പെണ്ണുമാകുന്നു അങ്ങനത്തെ ഒന്നും പറഞ്ഞാൽ മതിയാവില്ല. അങ്ങനെ ഉണ്ട് ചിലടത്ത്. ഹലാലായ ഭാര്യയാക്കി തന്നു, ഇനി മുതൽ ഞാൻ ചോദിച്ചു ഇനി പെണ്ണ് എന്തുമാണ്, അത് കഥ പറയില്ല. അത് സർവേ നടത്തുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ പുതിയ പളയാന്ന്, ആ പെണ്ണ് വാണ പെണ്ണാണ്. എന്ത് വേണം? പരിഭാഷയിലുള്ള നിയമം എന്താ? എന്ത് വേണം? കൂട്ടിച്ചേർത്ത് തന്നു എന്നർത്ഥം. ഇണയാക്കി തന്നു. ഇതിന് എപ്പോഴാ പറ്റലെന്നറിയാകോ? അതാ ഇൻ ഫഹിമ കുല്ലുൻ കലാമ നഫ്സിഹി വൽ ആഖരി. വലിയനെ അറിയണം ഓൻ പറയുന്നതിന്റെ അർത്ഥം, പുതിയാപ്പിള പറഞ്ഞതിന്റെ അർത്ഥം. പുതിയാപ്പിള അറിഞ്ഞിരിക്കണം വലി ഓൻ പറയുന്നതിന്റെ അർത്ഥവും വലിയ പറഞ്ഞതിന്റെ അർത്ഥവും. വലോബിയാൻ അഖ്ബറഹു സിഖത്തുൻ, ഒരു സിഖത്ത് പറഞ്ഞു കൊടുത്താൽ മതി, സ്വന്തം പഠിച്ചിട്ടാകണമെന്നുണ്ടാ. ബിലിജാബി അവിൽ ഖബൂലി മഅദ തഖദ്ദുമിഹി, അർത്ഥം മുൻകടന്നു മിൻ ആരിഫി ബിഹി, അലവക്കൽ നിന്ന് അങ്ങനെയും മതി. വലോബിയാൻ അഖ്ബറഹു എന്താ? എങ്ങനെയാണ് ഈ സ്വന്തം നഫ്സിന്റെ കലാമും മറ്റേയാളുടെ കലാമും അറിഞ്ഞത്? അതിന്റെ ഷാഹിദാനി അറിയണ്ടേ? അഖ്ബറ ശഖ്സു എന്താ? ഹിജാബിന്റെ മാന പറഞ്ഞു കൊടുത്ത്. ഈ ഹിജാബും കടന്നു ആലോക്കൽ നിന്ന് അറിയുന്നതാണ്. അറിഞ്ഞത് എങ്ങനെയാണ്? ആരോ ചൊല്ലിക്കൊടുത്തിട്ട് ഇനി ഇപ്പൊ ഒന്ന് പറയാനുണ്ട്, അത് ആദ്യമേ മാന പറഞ്ഞു കൊടുക്കണം. അയാൾക്കറിയില്ല പോലും എന്താ പറഞ്ഞതിന്റെ അർത്ഥം. പണ്ട് മഷറൂത്താമ വാങ്ങിയിട്ട് വന്ന് പറഞ്ഞിട്ട് കുടിയെപ്പോയി കളിച്ചില്ലേ? മഷറൂത്താമ ഇല്ല, വേറെ കമ്പനി മതിയാ, മതി. എന്താ കൊടുക്കുന്നത്? എടാ നീ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് എന്നെ തിന്നാ ഇല്ല, വയ്യ പറഞ്ഞു കൊടുത്താൽ മതിയാ. അവിടെ ഒന്ന് ചെറുവാന് ശരിയാക്കട്ടെ. ഈ അവസാനം എന്തൊരു സഹ, ഇതെന്തൊരു സഹ, ഇത് മൈനസാക്കണം. അവസാനത ഒരു സഹ അത് വേണ്ട, അത് എക്സ് അതിന്റെ സഹ അത് ലഫ്ലില്ല. അതിന്റെ അപ്പുറം വേണമെങ്കിൽ മേലെയുണ്ട്, അല്ല അടിയിലുമുണ്ട്. വേണമെങ്കിൽ അതന്നെ അട അതിന്റെ അപ്പുറം ഇതിനോടൊപ്പിച്ച് നോക്കുക. ഓരോ സ്ഥലത്തും അതിന്റെ അപ്പുറം എന്താ സഹ വേണ്ട. അതായില്ലേ എന്താ പറയുന്നതെന്ന് ഹഖീഖിയായിട്ട് ആർക്ക് തിരിയണം? കമായത്തി എന്ന് പറഞ്ഞാല് അത് വരുന്നുണ്ട് 228 ഷാഹിദിന് തിരിഞ്ഞിട്ടില്ലേ പറ്റൂല. അല്ലെങ്കിൽ ഒരു ഷാഹിദിന് തിരിഞ്ഞിന് പോലും മറ്റേയാൾക്ക് കൊണ്ട പോലെ തിരിഞ്ഞിട്ടില്ല പോലും പറ്റോ? ഒന്നും പറ്റൂല. സീഹയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് പറ്റൂല. ഉദാഹരണം അഹലത്തുക വിന്തി പറ്റോ? ഹലാലാക്കി തന്നു, ഇത് ഹലാലാക്കി തന്നു.
ഫലാ യസിഹു നിക്കാഹു ഖത്അ. വഇൻ ഖാല നവൈതു ബിഹാ നിക്കാഹ, ഹലാലാക്കി തന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്തുതന്നെയാന്ന് പോലും ഇവിടെ നടക്കൂല. അങ്ങനത്തെ ഒരു പരിപ്പം ഇവിടെ പറയണ്ടെന്നാ പറയുന്നത്. ഉണ്ടാ പറ്റൂല. ഖത്ഇന്റെ തരീഖാണ്. വഇൻ ഖാല നവൈതു ബിഹാ നിക്കാഹ വതവഫറത്തിൽ ഖറായിൻ അലാ ദാലിക. ഇവിടെ നിക്കാഹ് അല്ലാതെ വേറൊന്നുമില്ല. നിക്കാഹ് തന്നെയാണ് ഇവരുടെ എല്ലാം ചിന്താഗതി. നിക്കാഹ് പെണ്ണ് വാങ്ങുന്ന സംഭവം, വേറെ ഒന്നുമില്ല. ഒന്നും ഇവിടെ പറ്റൂല എന്നാ പറഞ്ഞത്. സീക കൊണ്ടാ കട്ടിക്കല്. എന്നഹു ലാ മത്ലഅ, മത്ലഅ എന്ന് പറഞ്ഞാൽ മുത്തലഅ എന്ന് പറഞ്ഞത് മുഫഅലു അത്. മീമിയായ മസ്തർ മത്ലഅ എന്നും പറയാ. മീമിയായ മസ്തർ മുത്തലഅ. ഇത്തിലായില്ല ലിശുഹൂദി. ഇങ്ങനെയുള്ള ശുഹൂദ് അൽ മുസ്തറത്തി ഹുദൂറുഹു ലികുല്ലി ഫർദിൻ ഫർദിൻ. ഓരോ സംഭവത്തിലും ഇന്നഹു നിക്കാഹിൽ നിന്നുള്ള ഓരോ സംഭവത്തിലും സാക്ഷികൾ ശക്തല്ലേ, അവർക്കറിയാവോ ഇവർ നീയത്ത് വെച്ചോ ഇല്ലേ. അല്ല നീയത്തി എന്തിന്റെ മേലെ ഇത്തിലായില്ല, ഒന്നും നടക്കൂല, ഇത്തിലായില്ല കേട്ടാ. അതുകൊണ്ട് എന്ത് പറ്റൂല, പറ്റൂല. ലാബിക്കിനായത്തിൻ അവിടെ ഒന്ന് ശരിയാക്കിയാട്ടെ. ഇവന് കാസു 222 മൂന്നാമത്തെ വരി ശരിയാക്കി. 222 ശരിയാക്കിയാൽ തീർന്നു. ലാബിക്കിനായത്തിന്റെ മലാബിക്കിതാവത്തി കിനായത്തും പറ്റൂല, കിനായത്തും പറ്റൂല. കാലഫി ശറൈഹി ഫീ ഗൈബത്തി ഹുദൂരി 222 لأنها كناية. قال بل لو قال لغيب زوجتك بنتي الذي زوجتها من فلان ثم كتب إن برا بلغه كنداي ألا بلغه لا نعم إلنا بلغه فبلغه نعم نسيجي വബിഹി. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ബാറക്കൽ ബയ്യ നിക്കാഹ് എന്തിനോടെതിരായി, ബൈന്റെ അടുത്ത് വെച്ചു. ചില സ്ഥലത്ത് മാത്രം അവിടെ ഇശ്ഹാദ് വേണ്ടി വരും. എന്നാലും ശരി, അവിടെ എന്ത് മതി, കിനായത്ത് മതി എന്നാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് വയ്യിൽ എന്തില്ല, ഷഹാദത്ത് ശർത്തില്ല. ഏതാനും ചില സ്ഥലത്ത് എന്തായി വരുന്നുണ്ട്, അത് നോക്കണ്ട. ഖൗലുഹു ദാലിക, ഞാൻ നിക്കാഹാണ് കരുതിയത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ട. ഞാൻ നിക്കാഹാണ് കരുതിയത്, അഹലൽത്തു എന്ന പദം കൊണ്ട് ഞാൻ കരുതിയത് എന്താണ്, എന്നെ ഷഹാദത്ത. കാരണം സാക്ഷികളല്ല ഇഖ്റാറിഹി ബിൽ അഖ്ദി. ഇന്നീന വൈതു ബിമാ തലഫത്തു ബിഹി അന്നിക്കാഹ് എന്നതല്ലേ സാക്ഷികൾക്ക് തിരിയുള്ളൂ. നിക്കാഹ് തന്നെയാണ് കരുതിയെന്ന് തിരിയോ സാക്ഷികൾക്ക് ഇല്ല. ഇഖ്റാറേ കിട്ടുള്ളൂ. അന്നേരം ലാ ലാ നഫ്സിൽ അഖ്ദി കിട്ടൂല. വഫീഹി കിനായത്തിലുണ്ട് വജുഹൻ, കിനായത്ത് കൊണ്ട് നിക്കാഹ് സ്വഹീഹാണ് എന്ന അഭിപ്രായമുണ്ട്. ലാകിന്നഹു ലിശുദൂദിഹി ലം യുഅവ്വിൽ അലൈഹി, അത് കൊള്ളരുതാത്തതായത് കൊണ്ട് അത് മുസന്നിഫ് ആസ്പദമാക്കിയതേ ഇല്ല. ഇവിടെ ഖിലാഫുള്ളതായിട്ട് പറഞ്ഞ ലാബി കിനായത്തിൻ എന്ന് പറഞ്ഞിട്ട് ഇജ്മാ കൊണ്ടല്ലേ പറഞ്ഞത്. എന്താ അവിടെ വജിയില്ലേ, പിന്നെന്താ പറയാഞ്ഞത്? എന്തായി ലം യുഅവ്വിൽ വഫീഹി വജുഹൻ ദർ വഫീ സിഹത്തി മിൽ കിനായത്തി വജുഹൻ ലാകിന്നഹു ലിശുദൂദിഹി ലം യുഅവ്വിൽ, മുസന്നിഫ് ആധാരമാക്കിയില്ല അലൈഹി, അത് കണക്കിലെടുത്തതേ ഇല്ല. എന്നിട്ട് എന്ത് പേർത്തിട്ടു, കത്തുകാരൻ മുസന്നിഫ് ഇത് സാരമാക്കുന്നില്ല. എല്ലാം